ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലേക്ക് വരുമ്പോഴത്തേക്കും യൂട്യൂബറൊക്കെ ആകുമ്പോൾ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷ അതിൽ ഭയങ്കര കോൺഷ്യസ് ആവും. പക്ഷേ ഷസാമിൽ ഞാൻ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് കണ്ടിട്ടേ ഇല്ല. ഞാൻ പഠിച്ചിട്ട് വേണ്ടത് അപ്പോൾ എനിക്ക് സ്ലാങ് ദിസ് ഈസ് ഇൻ മൈ ബ്ലഡ് ഇനി അങ്ങോട്ട് മരിക്കുന്നവരെ. അപ്പോൾ ഞാൻ പണ്ട് അത് കഴിഞ്ഞ് ഞാൻ കൊച്ചി വരുന്ന സമയത്ത് രാജഗിരി എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. ഞാൻ മറ്റേ അതൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ എന്ത് ആടേ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഞാൻ മറ്റേ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് മാറി. അതായത് ഈ നമ്മളെ മലയാളികളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഓരോ മറ്റേ ഇതുണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന ഭാഷയുടെ ആക്സെൻറ്റ് എടുക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെ ഫേക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്ലാങ്ങോ അല്ലെങ്കിൽ ഒരു നമ്മളെ ഓയും അതൊന്നും വരാതെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കും. അതായത് ഒരു സാധനം മനസ്സിൽ പറഞ്ഞ് സംസാരിക്കുന്നൊരു പോയിൻ്റാണ്. പിന്നെ ദുബായിൽ വന്നതിന് ശേഷം പിന്നെ അതങ്ങ് പോയി. പിന്നെ പീപ്പിൾ ഡസൻ കെയർ. നീ ട്രിവാൻഡ്രം കാരനാണെന്ന് ചോദിച്ചാൽ അതെയാന്ന് പറയും. പിന്നെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ സി ദ ഹോൾ പോയിന്റ് ഇസ് ദാറ്റ് ഐ ഷുഡ് ബി മൈ സെൽഫ്. ഞാൻ പറയും എനിക്ക് അങ്ങനെ അതാണ് യൂട്യൂബ് തരുന്ന ഒരു പവർ. അവിടെ നമ്മൾ വേറൊരു പേഴ്സോണ വേണമെങ്കിൽ ഉണ്ടാക്കാം, ദാറ്റ് ഇസ് അപ് ടു ദ ക്രിയേറ്റർ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് ഹു ഐ ആം ആൻഡ് ഐ ഷുഡ് അത് കാണിക്കുക ഓഡിയൻസിൻ്റെ അടുത്ത്. അങ്ങനെ ചെയ്തു തുടങ്ങി ആൻഡ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ്. ആൾക്കാർ ചിലവരൊക്കെ വന്ന് ചൊറിയും, അത് വേറെ വൃത്തികെട്ടവന്മാരാണ്. ഈ വന്നിരുന്നിട്ട് മറ്റേ നിൻ്റെ സ്ലാങ് തറ സ്ലാങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് അവർ അങ്ങനെ പറയുമ്പോൾ അവർ ഒരു വലിയൊരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇതിനെ തന്നെയാണ് അവർ കളിയാക്കുന്നത്. ലൈക്ക് നമ്മൾ അവിടെ കേരളത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയെ പറ്റി സംസാരിച്ച് കളിയാക്കുന്നത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ എണ്ണത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കൊടുക്കും. ഇതിൻ്റെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ള കമൻറ്റ് ഇടുന്നത് ഞാൻ കൊടുക്കും. അല്ല അത് ഇപ്പം നമ്മൾ സുരാജ് വെഞ്ഞാറമ്മൂടെ ഒരു സിനിമ പറഞ്ഞ കണക്ക് എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അപ്പം അതിപ്പം പല ജില്ലകളിൽ പലതും പറയുന്നു, പക്ഷെ അതിനൊന്നും ഒരു കൺസേൺ ഇല്ല. പക്ഷെ ട്രിവാൻഡ്രം ഭാഷയ്ക്ക് ഒരു വല്ലാത്തൊരു കൺസേൺ ആണ് എല്ലാവരും. അതെ, ഇപ്പോൾ ട്രിവാൻഡ്രം അതായത് തന്നെ കോമഡി ആക്കി വെച്ചേക്കാണ്. അങ്ങനെ കോമഡി അല്ല, ദിസ് ഇസ് വേ വി ടോക്ക്. അപ്പോൾ എല്ലാവർക്കും അവരേതായതുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുപ്പീരിയർ എന്നുള്ള ഒരു ഇത് വരും. ഏത് ലാംഗ്വേജ് ആണ്, ഏത് ആക്സെൻ്റ് ആണ് സുപ്പീരിയർ എന്നുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ അതിലോട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ജനിച്ച അന്നോട്ട് അത് പഠിപ്പിക്കണവർ ഇല്ലേ. അതായത് ഇപ്പോൾ ഈ പ്രോപ്പർ മലയാളം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചില്ല? പ്രോപ്പറായ മലയാളം എന്തുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചില്ല? അതായത് ഇപ്പം നമ്മളിങ്ങനെ നമ്മളുടെ തിരുവനന്തപുരം സ്ലാങ് വരുന്നെങ്കിൽ ടീച്ചർമാർ പറഞ്ഞു തരണേ ഇറ്റ് ഈസ് റോങ് എന്ന്. അവിടെ ഒന്നും പറയുന്നില്ലല്ലോ. അത് ഒരു സ്ഥലത്തും പറയില്ല. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു, ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ്, അത് കറക്റ്റ് ഇംഗ്ലീഷ് പഠിക്കുക. പിന്നെ ചിലവർ ആക്സെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് പറയുന്നത്. ചിലവർ UK പോകുമ്പം അതങ്ങ് അഡാപ്റ്റ് ആവും. ദാറ്റ്സ് ഓൾ. നമ്മളെല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു അസ്. നമ്മൾ ഇപ്പോൾ ദീപിക പടിക്കോൺ എന്ന് പറയുന്ന നടി എന്ത് മനോഹരമായിട്ടാണ് പുള്ളിക്കാരിയുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തമിഴിൽ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷീ ഡസൻ ഫേക്ക് ഇറ്റ്. ഭയങ്കര ഹാഷ് പോഷ് ഇംഗ്ലീഷ് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ റെസ്പെക്ട്. ഇപ്പോൾ ദീപിക ആണെങ്കിലും അങ്ങനെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫീൽ ദാറ്റ്സ് ജെന്യുവിൻ. നമ്മളത് ഓസ്കാർ വേദിയിൽ കണ്ടതുമാണ്. എക്സാക്ട്ലി. അപ്പം ചില ആൾക്കാർക്ക് അത് പറ്റും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരു ആക്സെന്റ് എടുക്കുന്നത് എന്തിനാണെന്ന്. വൈ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹൂ യു ആർ. ദാറ്റ്സ് ഓൾ ഐ ഫീൽ. ഷസാമ ഈ ഒരു യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? വി ക്രിയേറ്റ് സ്റ്റഫ്. വി ആർ ക്രിയേറ്റേഴ്സ്. നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചിരിപ്പിക്കുന്നു എന്നല്ല, വി ആർ ട്രൈങ് ടു മേക്ക് ദം ലാഫ്. അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് എനിക്കതാണ് സത്യം പറഞ്ഞാൽ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ കൺസിഡർ. എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ആൾക്കാർ വന്ന് പറയും ബ്രോ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ബ്രോൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് മതി. അത് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ പറയാം, ഇപ്പോൾ ചിലവർ വന്നിട്ട് പറയും ഇതിൻ്റെ കോണ്ടന്റ് ക്രിഞ്ചാണ്. ഐ എം ക്രിഞ്ച്. ഇപ്പം എനിക്ക് ക്രിഞ്ചായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതാ പറഞ്ഞത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു ചെറിയ ആൾക്കാർക്ക് നമ്മളൊരു എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു ഡിഫറൻസ് കൊടുക്കാൻ പറ്റിയ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നമ്മൾ ഫോർ മീ ഇപ്പം ഞാനിപ്പം പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ എന്നായിരിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ദാറ്റ്സ് സംതിങ് വിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സൺ
എന്നല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ഒരിക്കലും യൂട്യൂബിൽ നിന്നുള്ള രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അവങ്ങനെ ആയി എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ എം ജസ്റ്റ് സർവൈവിങ് ലൈക്ക് എനി അതർ പേഴ്സൺ. ബാക്കിയുള്ളവർ നമ്മളിപ്പോൾ ഒരു പണിക്ക് പോകുന്നത് പോലെ തന്നെ അത് സർവൈവ് ചെയ്യുന്നു, ഇത് നമ്മളേതായ രീതിയിൽ സർവൈവ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ വാക്കുകൾ ഇപ്പം പറഞ്ഞില്ല ക്രിഞ്ച്, ക്ലീഷേ, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലാത്തിനും ഇപ്പോൾ മാറ്റമുണ്ടല്ലോ. ഇപ്പം ടെറിഫിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല വാക്കുകളും നമുക്ക് പല രീതിയിൽ ഇപ്പം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനെയല്ല. നമുക്കിപ്പം എനിക്ക് എക്സാമ്പിളും പെട്ടെന്ന് വരുന്നില്ല. ഇപ്പം ദർ ആർ ഹെൽ ലോട്ട് ഓഫ് വേർഡ്സ്. ഇപ്പം നമുക്കിപ്പം നെഗറ്റീവ് എന്നും പറയാതെ ആ സെയിം വേർഡിനെ പോസിറ്റീവായിട്ടും നമുക്ക് കാണാൻ പറ്റും. കൺഫ്യൂഷൻ അല്ല. ഇപ്പം ക്രിഞ്ച് എന്ന് പറയുന്ന ഡയലോഗ് ഇപ്പം എല്ലാം പറയും. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നത് ഒരിക്കലും അല്ല. ക്രിഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് ആണ്. ലൈക്ക് വെൻ യു സീ സംതിങ് ആൻഡ് യു ഫെൽറ്റ് ലൈക്ക് ഇങ്ങനെ ചില പടങ്ങളുണ്ട്, ചില സീനുകൾ വരുമ്പോൾ തന്നെ ആ സീൻ ഇപ്പോൾ വരും. ഇപ്പം ഒരാൾ മരിക്കുന്ന സീനായിരിക്കുക, അപ്പം പാവം മരിക്കും, അത് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതൊരു ടൈപ്പ് ഓഫ് ക്രിഞ്ചാണ്. അതേപോലെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ, ചില സാധനം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതേപോലെ ക്ലീഷേ എന്ന് പറയുന്നത്, ക്ലീഷേ അതും ഞാൻ പറയും, ക്ലീഷേ എന്ന് പറഞ്ഞൊരു പുതിയ വേർഡല്ല. നമ്മൾ കണ്ടു പഴകിയ സാധനം പിന്നെയും വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് ക്ലീഷേ ആയിട്ടുള്ളൊരു സാധനമുള്ള, നമ്മൾ കേട്ട് പഴകിയ അഡ്വൈസുകൾ എല്ലാം ക്ലീഷയാണ്. സോ ഐ തിങ്ക് ഈ അർബൻ ഡിക്ഷണറി എന്ന് പറയുന്ന സാധനം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ന്യൂ തിങ്, ഇറ്റ് വാസ് ദെയർ. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റ് ഓപ്പൺ ആയപ്പോഴാണ് ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ല. നമ്മളൊക്കെ മറ്റേ ദൂരദർശനും, ഞാനൊക്കെ ആ കാലഘട്ടം, എനിക്കൊക്കെ ആ ഒരു ജനറേഷൻ ദൂരദർശനമൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊക്കെ എന്തായിരുന്നു, എല്ലാം സിമ്പിളായിരുന്നു. ലൈഫ് വാസ് വെരി സിമ്പിൾ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ട്രാവൽ ചെയ്ത ചേട്ടന്മാരായിരിക്കും ചില ബ്രാൻഡ്സിനെ പറ്റി പറഞ്ഞത്, ചില കാറിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കാനൊക്കെ ഭയങ്കര. ഇപ്പം ആർക്കും അത് വേണ്ട, ഒന്ന് ടൈപ്പ് ചെയ്താൽ അവർക്ക് വരും. അതെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ദൂരദർശനിലെ എല്ലാ പ്രോഗ്രാംസ് നമുക്ക് ബൈ ഹാർട്ടാണ്. അതെ, ഏത് ദിവസം ഏതാണ്. ഇപ്പൊ ബുധനാഴ്ച ചിത്രഹാരം ഉണ്ടെന്ന് നമുക്കറിയാം, ഞായറാഴ്ച ചിത്രഗീതം, വെള്ളിയാഴ്ച ചിത്രഗീതം വരുന്നു, പ്രതികരണം എന്നൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ബൈ ഹാർട്ടായിരുന്നു. ഈവൻ ഹിന്ദി നാഷണൽ ന്യൂസ് വായിക്കുന്ന ആൾക്കാരുടെ പേര് വരെ നമുക്ക്, അതൊരു വല്ലാത്ത കാലഘട്ടം. ബിക്കോസ് എവറിത്തിങ് വാസ് സിമ്പിൾ. നമുക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ല. We didn't had any kind of exposure. Right now the world has completely changed. അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ആൻഡ് അവർ പറയുന്നത് എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ എക്സ്ക്യൂസ്. മമ്മൂക്കായൊക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ബിക്കോസ് ഹീ ഈസ് സമൺ ഹൂ ലേൺസ്. ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും പഠിക്കുക, പുതിയ ടെക് വന്ന, പുതിയ കാറ് വന്ന, എന്തും ഹീ ഈസ് വെരി ക്യൂരിയസ്. യു ഹാവ് ടു ഹാവ് ദാറ്റ് ക്യൂരിയസ്നെസ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. അദ്ദേഹത്തിന് പിന്നെ എല്ലാ മേഖലകളും, അഭിനയത്തെയായുടെ എല്ലാ മേഖലകളിലും ഒരു കൊച്ചുകുട്ടി. ഞാൻ ഫാസിനേറ്റഡ് ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ രീതിയിൽ പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫി, നെഗറ്റീവ് റോളെങ്കിൽ നെഗറ്റീവ് റോൾ, വാട്ട് എവർ, ഹീ ഈസ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇപ്പോൾ നമ്മൾ ഹോളിവുഡിൽ ഇപ്പോൾ ലിയനാർഡോ ഡിക്കാപ്രിയോനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. അതായത് ദേ ഡോണ്ട് ലുക്ക് ഇൻ ദ മണി ഓർ എൻ്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റേ സ്റ്റാർഡം, അതല്ല. അവർക്ക് കിട്ടുന്ന എന്ത് ക്യാരക്ടർ എന്നാണ്. ഇപ്പം മറ്റേ മാർട്ടിൻ സ്കോർസേസിയുടെ ആ പുതിയ പടത്തിൽ ഹീസ് എ വില്ലൻ ക്യാരക്ടർ. പുള്ളിക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹീസ് ലിയനാർഡോ ഡിക്കാപ്രിയോ. ബട്ട് അവരാ ചലഞ്ച് ചെയ്യുന്നതിലാണ് എനിക്ക്. അപ്പോൾ പറഞ്ഞു ആ ഒരു സാധനം എല്ലാവരും അഡാപ്റ്റ് ചെയ്ത് ഇറ്റ് ബി നൈസ്. നൊസ്റ്റാൾജിയ സൂക്ഷിക്കുന്ന ആളാണോ? എനിക്കത് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഐ ലിവ് ഇൻ നൊസ്റ്റാൾജിയ ബിക്കോസ് അത് വേണം. ഞാൻ പറയുന്ന ഈ ലുക്കിംഗ് ബാക്ക് ടു ദ പാസ്റ്റ് നമ്മൾ പറയൂലേ, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന ഈ പാസ്റ്റുകളിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത പാസ്റ്റിൽ ഒരിക്കലും ജീവിക്കരുത്. പക്ഷേ വി ഷുഡ് ലുക്ക് ബാക്ക് ടു വാട്ട് വി വെയർ, ഹൗ തിങ്സ് വെയർ ആൻഡ് ഹൗ യു ആർ എന്നുള്ളത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുക. ഞാൻ അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് ഈ ഓർമ്മകളിൽ? കുട്ടിക്കാലം ഈ പറയുന്ന ഒരു അയ്യോ, ഐ ഹാഡ് എ ടെറിബിൾ ചൈൽഡ്ഹുഡ്. അപ്പം ആ ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാട്ട് വാസ് നോട്ട് ഫോർച്ചുനേറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ബേസിക് നീഡ്സിന് വരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ കടന്നു പോയ ഒരു വ്യക്തിയാണ്. ആൻഡ് റൈറ്റ് നൗ ദിസ് ഈസ് വെയർ ഐ ആം ലിവിങ് മൈ ലൈഫ്. ഇപ്പം ചിലവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ മറ്റേ പഴയ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ
എൻ്റെ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. കോമിക് ബുക്കുകളുടെ ഒരു കളക്ഷൻസ് കാണാം. ചിലവർ ഇതൊക്കെ കൊച്ചു പിള്ളേർ വായിക്കുന്നതെല്ലാം ചോദിക്കും. എനിക്ക് കൊച്ചിൽ അത് കിട്ടിയിട്ടില്ല. ഐ ഓൾവേസ് വിഷ്ഡ് ദറ്റ് ഐ വാണ്ടഡ് ദിസ് തിങ്സ്. എനിക്ക് ആക്ഷൻ ഫിഗേഴ്സ് വെച്ച് കളിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അതൊന്നും നമ്മുടെ ആ ഒരു സാഹചര്യവും നമ്മുടെ വളർന്നു വരുന്ന ആ ഒരു ഇതും അത് പറ്റിയിട്ടില്ല. അന്നത്തെ കാലത്ത് അത് ലക്ഷറിന്നും അപ്പുറമായിരുന്നു. മനസ്സിലായില്ല. അപ്പം റൈറ്റ് നോ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ്. എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് മേടിക്കുന്നു. ആൻഡ് ഐ ലവ് ദാറ്റ്. എനിക്ക് ഈ കോമിക് ബുക്സും അതൊക്കെ ഭയങ്കര ക്രേസാണ്. പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ മറ്റേ മെച്യൂർ ആവണം എന്ന് നമ്മൾ എല്ലാവരും പറയും. നിനക്ക് ഇത്ര വയസ്സായില്ലോ, നീ ഒന്ന് ഇതൊക്കെ മാറ്റി വേറെ മറ്റെന്തൊരു വലിയ ബുക്കൊക്കെ വായിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ ആം വെരി സിമ്പിൾ പേഴ്സൺ. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ആ ഒരു ഇഷ്ടങ്ങളിലാണ് എൻ്റെ ആ ഷെൽഫിൽ ഞാൻ സൂക്ഷിച്ചത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ആ ഷെൽഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ദാറ്റ് സംതിങ് വിച്ച് ഐ ഹാവ് അച്ചീവ്ഡ്. ഞാൻ കോടികളും ലക്ഷങ്ങളെന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ ചിലവർ നോക്കും. പക്ഷെ എൻ്റെ ഇതിൽ ആ കുറച്ച് കാര്യങ്ങൾ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മീ. ഇപ്പം എൻ്റെ ആ ഒരു PC ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മതിലിങ്ങനെ. ആ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സംഭവം. അങ്ങനത്തെ കുറച്ച് അച്ചീവ്മെന്റ്സ് എനിക്കുണ്ട്. ആൻഡ് ഐ ലവ് ദാറ്റ്. നമ്മുടെ ഒരു ഷെൽഫ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ വോൾ ഓഫ് മെമ്മറി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. അതാണ് ഞാൻ പറയുന്നത്, ഐ ഓൾവേസ് ലുക്ക് ബാക്ക് ടു വേർ ഐ വാസ്. എന്നിട്ട് ഇപ്പോഴത്തെ ഇത് സത്യം ഐ എം എൻജോയിങ് ഇറ്റ്. ചിലവരൊക്കെ പറയും നീ കുറച്ചും കൂടെ വലുതാക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മറ്റേ ബിഗ് ബോസിലൊക്കെ പോകുന്നത്. എന്തിന് ഇപ്പോഴത്തെ ഒരു ഫെയിം ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ലെറ്റ്സ് സീ, ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പ്രസന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ ടുമോറോ ഓർ 10 years ഡൗൺ ദ ലൈൻ എന്താവുന്നു. രാജുവേട്ടനെയൊക്കെ പോലെ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഐ ലിവ് മൈ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഇന്നത്തെ ദിവസം എന്താവും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് പോണത്. ഒരു 1 year ബിഫോർ എങ്ങാണ്ടാണ് ഞാൻ ഷസാമിന്റെ വീഡിയോസ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പം ഞാൻ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. അത് നമുക്ക് ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ഒരു അനിയനോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും പലപ്പോഴും. അത്രയും പ്രസന്റബിൾ ആണ്. അപ്പം എങ്ങനെ കോൾ മീ ഷസാം എന്ന് പറയുമ്പോൾ എനിക്കതൊരു കമാൻഡ് ആയിട്ട് തോന്നിയിരുന്നു. കമാൻഡ് അല്ല, ഇറ്റ്സ് മോർ like I said, I'm a comic nerd. ഷസാം എന്ന് പറയുന്ന ഒരു കോമിക് ബുക്ക് ക്യാരക്ടർ ഉണ്ട്. ആൻഡ് മൈ നെയിം, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഷാസ് എന്നാണ്. ശരിക്കുള്ള പേര് വേറെ. പക്ഷെ ഷാസ് എന്നുള്ള പേര് പണ്ട് തൊട്ടേ എൻ്റെ ബ്രദറിൻ്റെ എക്സ് ഇട്ട് തന്ന പേരാണ്. ആൻഡ് എനിക്ക് ഐ ലവ് ദാറ്റ് നെയിം. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് മീൻസ്, ബട്ട് ഐ ലവ് ദാറ്റ് നെയിം. ഞാൻ ഏറ്റവും ഓർക്കുട്ട് കാലഘട്ടം തൊട്ട് ഷാസ് എന്നാണ്. വേറെ ലെവൽ ക്രിഞ്ച് സാധനമൊക്കെ ഇട്ടുകൊണ്ട് ഷാസ് സംതിങ് അങ്ങനെയൊക്കെ ഇട്ട് ഷാസ് എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഐ വാണ്ട് പീപ്പിൾ ടു നോ മീ ലൈക്ക് ദാറ്റ്. എനിക്ക് എൻ്റെ റിയൽ നെയിം അത്ര ഇറ്റ്സ് എ ഗുഡ് നെയിം, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സോ ദാറ്റ്സ് മോർ ലൈക്ക്, എന്നെ വിളിക്കുകയാണെങ്കിൽ പ്ലീസ് കോൾ മീ ഷസാം. ലൈക്ക് ആൾക്കാർക്ക് അതൊരു ഇതാണ്, ഇങ്ങനെ ക്യൂറിയസ് ആവും, ലൈക്ക് കോൾ മീ ഷസാം. അപ്പോൾ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. കമാൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. ഈ ടെക് യൂട്യൂബിലേക്ക് വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ടെക് യൂട്യൂബറിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം ആയിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നേരത്തെ ചൈൽഡ്ഹുഡ് നമ്മൾ ആഗ്രഹിച്ച ഒന്നും കിട്ടിയിരുന്നില്ല എന്ന് ഷസാം പറഞ്ഞിരുന്നു. ഇപ്പോഴും ആദ്യമായിട്ട് കിട്ടിയ അല്ലെങ്കിൽ വാങ്ങിയ ഒരു ഗാഡ്ജറ്റ് ഓർക്കുന്നുണ്ടോ? പിന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് സോണി എറിക്സൺ എന്ന് പറഞ്ഞ ഫോണിന്റെ W550 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഓറഞ്ച് കളർ. ഇറ്റ് വാസ് കിടു. അതിന്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വരും. എന്നിട്ട് ഇപ്പോഴത്തെ നമ്മളെല്ലാവരും മറ്റേ സിൽക്കൺ ടിപ്പ് വരുന്ന സാധനം അന്ന് സോണി ആ ഫോണിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൗണ്ടും ബഹളമൊക്കെ അടിപൊളിയാണ്. പിന്നെ ആ ഫോണിന് തന്നെ നല്ല ലൗഡാണ്. അപ്പം ആ ഒരു ഫോൺ ആണ് എൻ്റെ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫോൺ. ആൻഡ് ഈ ടെക്കിൻ്റെ ബ്രാൻഡ് എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ മദറിൻ്റെ ബ്രദറുണ്ട്. ഹി യൂസ് ടു ബൈ എവറി ഫോൺസ്. പുള്ളിക്ക് ഒരു ഇങ്ങനത്തെ ഒരു സാധനം ക്രേസ് ഉണ്ടായിരുന്നു. പുള്ളി ആ ഒരു ടൈമിലുള്ള എല്ലാ ഫോണും, ലേറ്റസ്റ്റ് നോക്കിയ, സാംസങ്, ഏത് എടുക്കുക. അപ്പം ഈ പുള്ളി ഇങ്ങനെ തരും, എടാ ഇത് കണ്ട പുതിയ ഫോൺ എന്ന് വെച്ചിട്ട് ഇങ്ങനെ. അന്ന് തൊട്ടേ ഈ സാധനം എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ എൻ്റെ ബ്രദറും ഭയങ്കര ഒരു ടെക്കിയാണ്. ഇപ്പോഴാണ് പുള്ളി ഒരു ആപ്പിളിൽ ഒതുങ്ങിപ്പോയത്. പക്ഷെ പുള്ളി പണ്ട് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടെക്ക് എന്ന് പറയുന്ന ഒരു സാധനം
എൻ്റെ ആ ഫോണാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ എത്തിക്സിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? അത് ഫോൺ കാശ് കൊടുത്ത് മേടിക്കും. ഭയങ്കര നഷ്ടമാണ്. പക്ഷേ അയ്യോ അതൊരു ഭയങ്കര നഷ്ടമാണ്. പക്ഷെ ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയും ആ എത്തിക്സ് എന്നല്ല, നമ്മളാ ചാനൽ ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ആൾക്കാർക്ക് അറിയാം. ഞാൻ ഐ സേ ദ പ്രോസ് ആൻഡ് കോൺസ്. ഈവൻ ഇപ്പം ആൾക്കാരായിട്ട് ഐഫോൺ വിരോധി എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ പേജ് എടുത്ത് നോക്കിയാണ് ലെറ്റ് ഇറ്റ് ബി സാംസങ് എന്ന് പറയും. എനി ഫോൺ ഞാൻ അതിൻ്റെ കോൺസ് പറഞ്ഞിരിക്കും. അതായത് ഇങ്ങനത്തെ കുറച്ച് പോരായ്മകളും ഉണ്ട് ഈ ഫോണിൽ എന്ന് പറയും. പിന്നെ എല്ലാ ഫോണുകളും റിവ്യൂ ചെയ്യുന്നൊരു ചാനലും അല്ല എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അതായത് ഈ ഇന്നിറങ്ങുന്ന ഫോൺ അത് മേടിച്ച് ചെയ്യില്ല, എനിക്കതിന് താല്പര്യമില്ല. അതായത് ഐ ഡോണ്ട് വോണ്ട് ടു കൺഫ്യൂസ് പീപ്പിൾ. ഇഷ്ടം പോലെ ഫോൺ ആസ് വി സ്പീക്ക് ഇറങ്ങുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എനിക്ക് കണ്ടിട്ട് അത് കൊള്ളാം നോക്കാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. പിന്നെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പ്രൈസ് പോയിന്റ് നോക്കും. എല്ലാവരുടെയും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 30,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് ടാഗാണ്. അണ്ടർ 20,000 നത്തിങ്. അണ്ടർ 20,000 ഒരു ഫോണും ഇല്ല, ഏത് മേടിച്ചാലും കണക്ക് തന്നെ. ആ ഒരു 30,000 ആ ഒരു അവിടെയാണ് എല്ലാവരും, ബിക്കോസ് അവരുടെ ബഡ്ജറ്റും അതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പം ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ഫോണുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ എൻഡ് പോവുക എന്ന് പറയുന്നത് പിന്നെ അവരിഷ്ടമാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഇഫ് യു ഹാവ് ദ മണി യു ബൈ. നിങ്ങൾക്ക് ഐഫോൺ 15 Pro Max ഇപ്പോഴത്തെ ഈ ഫോൾഡോ എന്തോ അത് നിങ്ങളിഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ 1,00,000 മണ്ടേ ഒരു ഫോണും മേടിക്കരുത്. അതിൻ്റെ ആവശ്യം എന്തിനാണ് 1,00,000 മുകളിൽ ഒരു ഫോൺ മേടിക്കുന്നത്? ഇപ്പോൾ ഫോൺ മേടിക്കുന്ന എല്ലാവരും ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അതായത് the amount of people who are taking pictures and videos and editing on this stuff, on gaming എല്ലാം കൂടി. പിള്ളേർ ഗെയിമിങ് വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ അത് കുറയാണ്, അതിൻ്റെ പവർ കുറയാണ് ഇൻ ടൈം. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഇതാണ് നമ്മൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലൈക്ക് നമ്മൾ ഇത് വന്നിരുന്ന് പറയുമ്പം എൻ്റെ ഫോണൊക്കെ അല്ലല്ലോ, അങ്ങനെയല്ല. ഐ ഹാവ് യൂസ്ഡ് ഫോൺസ് ആൻഡ് ഐ നോ ഹൗ തിങ്സ് വർക്ക്. അപ്പം ഈ ഒരു സാധനം നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഞാൻ അതാണ് എല്ലാവരും ഈ ജെന്യുവിൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ആ ലോങ് ടേം യൂസ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ തോന്നി. അല്ലാതെ ഈ ചില ഇപ്പോൾ ബ്രാൻഡ്സ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതെന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് പ്രൊമോട്ടിങ് സ്റ്റഫ്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ്. എനിക്ക് അങ്ങനെ പ്രൊമോട്ടർ ആവാൻ താല്പര്യമില്ല. അതിന് അവർ ആ നടന്മാരെയോ നടിമാരെയൊക്കെ വെച്ച് ചെയ്തോട്ടെ. നമ്മൾ റിവ്യൂവർ എന്നുള്ള രീതിയിലാണ് ആൾക്കാരിലോട്ട് കാണിക്കുന്നത്. ബി എ റിവ്യൂവർ, യു ബൈ ദ പ്രോഡക്റ്റ്, കൺസ്യൂമർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ കൊടുക്കുക. എന്നാലും അവിടെ പോരെ. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം നിങ്ങളുടെ ഒപ്പീനിയൻ പ്ലീസ് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയുക. ബിക്കോസ് ഞാൻ ഇത് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഇത് തട്ടും. ബിക്കോസ് നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ ഫോൺ വിറ്റാലേ അടുത്ത ഫോൺ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇതിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. പക്ഷേ ഇതിൻ്റെ പോരായ്മകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഗാഡ്ജറ്റുകൾ ഇപ്പോൾ കൂടുതലും ഉപയോഗത്തിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഐഡന്റിറ്റി അവരുണ്ടാകുന്ന സാധനം. അല്ലാതെ ഇപ്പം ആപ്പിള് മറ്റേ പകുതി അടിച്ച ആപ്പിള് അത് അവരുണ്ടാക്കിയ ഒരു സാധനമാണ്. ദർ മാർക്കറ്റിംഗ് ഇസ് ബ്രില്യൻറ്റ്. ഇപ്പം നോക്ക്, എല്ലാവരുടെ കയ്യിലും ഐഫോണുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരും ഐഫോൺ എടുത്തു. പെരുമാറ്റപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഐഫോണുണ്ട്. പണ്ട് അതിനൊരു നമ്മൾ പറയും സെൽഫ് എസ്റ്റീം തരുന്ന ഒരു സാധനമാണ് ഐഫോൺ. ഇപ്പോൾ അത് ആ സെൽഫ് എസ്റ്റീം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഫോൾഡബിൾ എടുക്കുകയാണ്. ബിക്കോസ് ദാറ്റ്സ് റെയർ ആയി തുടങ്ങി ആൾക്കാർക്ക്. അതാണ് ഒരാൾക്ക് ഒരു പോയിന്റ് അതിന് സ്റ്റാൻഡ് ഔട്ട് ആവണം. എസ്പെഷ്യലി ഹു ഹാസ് മണി. അവർക്ക് ആ ഒരു സാധനം വേണം. അതായത് ബാക്കിയുള്ളവരെക്കാട്ടിലും ഞാനൊന്ന് വേറിട്ട് നിൽക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിമിറ്റഡ് എഡിഷൻസ്, ഗോൾഡ്, മറ്റേത് മറിച്ചത്, ബാക്കിൽ റോളക്സ് വെച്ച ഐഫോൺ, അതൊക്കെ ഇറക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ആപ്പിൾ എന്ന് പറയുന്ന പേര് ഒന്നുമില്ല. ഞാൻ വളരെ ബ്ലാൻഡ് ആയിട്ട് പറഞ്ഞത്, ദർ ഇസ് നത്തിങ്. ആ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ഭയാനക സാധനമാണ്. ഇപ്പോൾ കുറേ പേര് വരും, പ്രിവസി ഉണ്ട്, മറ്റതുണ്ട്, ആഡ്സ് ഇല്ല. സോ വാട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യുന്നൊരു ഡിവൈസ് പോരെ. ചിലവർക്ക് ആഡ്സ് ഒരു വിഷയമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സാധാരണക്കാരൻ പോയി ഒരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അവർ പറയും, ചേട്ടാ ബ്രോ എനിക്കൊരു 20,000 രൂപ ഫോൺ, എനിക്കൊരു 30,000 ഫോൺ. അവന്മാർ ഏറ്റവും വേഴ്സ് ഫോണായിരിക്കും അത് തല വെച്ച് കൊടുക്കുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് കമ്മീഷൻ ഫ്രം ദ കമ്പനി. അങ്ങനത്തെ ഒരു പോയിന്റ് ഇതാണ് ഓഫ്ലൈൻ മാർക്കറ്റ്. ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നവരാണ് നമ്മളെ പോലത്തെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും
നല്ല ഫോണുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ബാക്കി ആ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് ഇതാണ്, കടയിൽ പോകുന്നത്. അതായത് ഈ എസ്പെഷ്യലി ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ നിന്ന് താഴെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പോയിട്ടൊരു ഫോൺ ചോദിക്കുന്നു, ആ കടക്കാരൻ നല്ല രീതിയിൽ വെച്ചു കൊടുക്കുന്നു. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞൊരു കമന്റ് ആണ്, ഷസാമിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട് ആപ്പിൾ ആണെന്ന്. അവർ ഞാൻ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ആപ്പിൾ. ഞാൻ ആപ്പിളിന്റെ പ്രശ്നങ്ങൾ മാത്രം പറയും. ആപ്പിൾ ഇസ് ഇൻ ദ പെർഫെക്റ്റ് ഫോൺ. എൻ്റെതാണ്. എല്ലാവരും ഒന്നും ഇതുപോലെ ഒരു ഗസ്റ്റ് ഇതുപോലെ പെർഫെക്റ്റ് ഇല്ല. എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണേ, അതിൻ്റെ വീഡിയോ എടുക്കാൻ നോ ഫോൺ ഇൻ ദിസ് വേൾഡ് വീഡിയോ എടുക്കാൻ ആപ്പിളിനെ വെട്ടാൻ പറ്റില്ല. ദേ ആർ ദ ബെസ്റ്റ്. അതല്ലാതെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുറച്ച് ഇതുണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും അവിടെ. അത് ആപ്പിൾ ഇല്ല. നമ്മളിത് എടുത്തു പറയുമ്പോൾ നമ്മൾ പറ്റതാണ് വിരോധിയാണ്, നമുക്ക് ഇഷ്ടമല്ല. ഈ ഫോട്ടോ എന്നെ സെൽഫി എടുക്കാൻ വന്നവർ സ്ഥിരം അടിയുണ്ടായാലും ബ്രോ ആപ്പിളിൻ്റെ ഫോണാണ്. ഞാനിപ്പോൾ ഞാൻ തോന്നി എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ബ്രോ ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. ഞാൻ എടാ പിന്നെ ടെക്ക് ചാനൽ തുറന്നു വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം നോക്കണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ആപ്പിളിൻ്റെ ഒരു ഫോൺ എപ്പോഴും എൻ്റെ കൈ കാണും. ബിക്കോസ് ആപ്പിളിൽ എന്താണ് മാറ്റങ്ങൾ എന്നൊക്കെ നോക്കണമല്ലോ, ആവശ്യം അനുസരിച്ച് വാങ്ങുക. എക്സാക്ട്ലി. വൈ യു ഹാവ് ടു പുഷ് യുവർ ബഡ്ജറ്റ്? EMI ഒക്കെ കൊടുത്ത് വലിയ വലിയ വില കൊടുത്ത് എന്തിനാണ് ആ ഒരു ഫോൺ? എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല വൈ യു ഹാവ് ടു സ്പെൻഡ് സോ മച്ച് ഫോർ എ മൊബൈൽ ഡിവൈസ്. ഞാൻ പറയും, ഒന്ന് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇമെയിൽ നോക്കുക, മെസ്സേജ്, ഫോൺ വിളി, നല്ലൊരു സ്ഥലത്ത് പോയി മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ക്യാമറ. ഈ ചിലവരൊക്കെ ഒന്ന് ക്യാമറ നമ്മൾ ഈ കാണുന്ന ക്യാമറേനെയൊക്കെ വെച്ചൊക്കെ കമ്പയർ. ഞാൻ പറയും എന്തിന്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഷസാം ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്ഷൻ ഉള്ളത് എന്താണെന്നുള്ളത്? അല്ല, അത് എന്നെ കുറിച്ച് മാത്രമല്ല, ആസ് എ യൂട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ദേ ആർ വെരി റിച്ച്. വി ആർ നോട്ട് റിച്ച്. വി ആർ ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പം ഞാൻ പറയും, ഒരു നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്നൊരു വ്യക്തി, ഒരു ഏതെങ്കിലും ഒരു A, B whatever the company, if he is getting monthly ഒരു 70K എന്ന് വിചാരിക്കുക. ഫോർ ഹിം നമ്മുടെ ജോലി ഒരു ബെറ്റർ. അമ്മാരെന്തോന്ന് വെറുതെ വീഡിയോ ഇടുന്ന കാശുണ്ടാകണം, ലക്ഷങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഐ തിങ്ക് യു ഗൈസ് നോ, ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് വീഡിയോ വിച്ച് ഹാവ് ടു പുട്ട് ഒരു മാസം, അത് ആൾക്കാർ കാണുമോ ഇല്ലയോ, അവർ കാണുന്ന വെച്ചിട്ടാണ് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഞാനൊക്കെ നഷ്ടത്തിലാണ്. ഒരു ഫോണിൻ്റെ പ്രൈസിൻ്റെ പകുതി പോലും എനിക്ക് കിട്ടില്ല. ആ നഷ്ടത്തിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം നമുക്കുണ്ട് ചിലവ്, മനസ്സിലായില്ലേ? പുതിയ ഗിയർ, പുതിയ ഫോണ്, വീട്ടിലെ ചിലവ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഈ കിട്ടുന്ന കാശ് അതിനേ ഉള്ളൂ, ചിലവാന്നുള്ളൂ. ഞാൻ മറ്റേ റോളിങ്ങിലാണ്. നമുക്ക് മറ്റേ സേവിങ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഞാൻ പറയില്ലേ, ഇപ്പം നമുക്ക് വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വന്നതാണ്. അപ്പം എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നത്തിങ് അണ്ടർ ദ ടേബിൾ, നത്തിങ്. ബിക്കോസ് നമ്മൾ പഠിച്ച് വളർന്ന അങ്ങനെയാണ്, നമ്മൾ കണ്ട പടങ്ങളും അങ്ങനെയാണ്, നമ്മൾ ശിവാജിയൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു പാതയിലൊന്നും പോകുന്ന നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് വിൽ ഹാസ് ടു ഗോ ത്രൂ ദ അക്കൗണ്ട്. അപ്പൊ ആ അക്കൗണ്ട് അവരെടുത്ത് ചോദിച്ച സത്യാവസ്ഥ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു വീഡിയോ കണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ED ചോദിച്ചു, എന്തിനാ മോനെ നീ ഇങ്ങനെ കാശ് റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിയില്ലേ? അതെ, അപ്പൊ അവരെടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും നമ്മളെയൊക്കെ ഒരു ഇത്. ബട്ട് ദർ ആർ ആക്ച്വലി പീപ്പിൾ ഹു ആർ വെരി സ്മാർട്ട്. പ്രോഡക്ട്സ് ഒക്കെ ആൾക്കാരെ നിന്ന് മേടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, വെൽ ആൻഡ് ഗുഡ്, അത് അവരിഷ്ടമാണ്. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സാധനം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ നഷ്ടം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കും ബ്രാൻഡ്സിന്റെ ഫോണും മേടിച്ച് വെച്ചിട്ട് അവരിൽ നിന്ന് കാശും മേടിച്ച് വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാം. ആ സത്യം വരും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സുഖമായിട്ട് കാശുണ്ടാക്കാം. അല്ലാത്ത വശം വൻ നഷ്ടമാണ്. ഷസാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മലയാളി, എങ്ങനെയാണ് മലയാളി ഓഡിയൻസ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എൻ്റെ ഇതിൽ മലയാളി പൊളിയാണ്. പക്ഷെ ദേർ ആർ ആക്ച്വലി നമ്മൾ ഗുഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എവ്രി വൺ വിൽ ഹാവ് ദാറ്റ് ആൻഡ് ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ എന്നെ കൺമുന്നേ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. ദേർ ആർ ജെന്യുവിൻലി ഒരു 1.5 lakh വ്യൂവേഴ്സ്. നമ്മൾ എന്താണ് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് നോക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അവർ മതി. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് I don't want my every video to reach millions and no. ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇടുന്നു,
കാണേണ്ടത് അവരിഷ്ടമാണ്. നമുക്കാരെയും ഫോഴ്സ്ഫുള്ളി ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ലളിതം. യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും യൂട്യൂബേഴ്സ് ആണ്. കാരണം ഇപ്പൊ റീസെന്റ് നമ്മൾ ഒരു ആറാട്ടണ്ണൻ എനിക്ക് അതിൽ ഒട്ടും ഇതില്ല. ബിക്കോസ് യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു മോശ സംഭവമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ പുള്ളിയുടെ സംഭവമാണ്, പുള്ളിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും നമ്മളൊക്കെ ഒരു ദ വേ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഞാൻ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ പേരാണ് ഈ പറയുന്ന യൂട്യൂബർ എന്ന് പറയുന്ന ടാഗ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാം. വൈ യു ഹാവ് ടു സേ യൂട്യൂബർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ എന്ന് പറയുന്നത് എന്തിനാ? നമുക്കിപ്പോഴും ഇതിൻ്റെ ഒരു ജോലിയായിട്ട് ഒരു മീഡിയയും അല്ലെ ഒരു ബാങ്കും കൺസിഡർ ചെയ്യത്തില്ല. ഈ പറയുന്ന ലോൺ കിട്ടിയൊന്നുമില്ല, പോയി കഴിഞ്ഞാൽ കണ്ടപ്പോഴോടാൻ പറയും. അപ്പോൾ നമ്മൾ മറ്റേ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് മറ്റേ സിബിൽ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ദിസ് ഇസ് നോട്ട് ഈവൻ എ ജോബ്. കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ ലോൺ ഇല്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര കിടിലാണ് ഞാൻ, പക്ഷെ ഇവിടെ ലോൺ കിട്ടൂല. സോ ദാറ്റ് ഇസ് ദേർ. ഓക്കെ. പക്ഷേ ഈ പറഞ്ഞിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, ടിക്ടോക്കിൽ ഫോളോവേഴ്സ്, ഇതിലെല്ലാം നമ്മളിപ്പം ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. പക്ഷെ സത്യത്തിൽ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ടേം നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ഹാവ് എ ഹ്യൂജ് ഫോളോയിങ് യു ആർ എൻ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ നടന്മാരെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി ഒരു ഇൻഫ്ലുവൻസർ, ദേ ആർ ആക്ച്വലി ദേ ആർ ഇഫ് സമ്മൺ ഹു ഇൻഫ്ലുവൻസ് സമ്മൺ ഈസ് എൻ ഇൻഫ്ലുവൻസർ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എനിവൺ വിത്ത് എ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഈസ് എൻ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഏതൊരു ടോപ്പ് ഗ്രേഡ് ആക്ടർ വന്നിട്ട് ഒരു സാധനം സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്യുന്നു, ഇറ്റ്സ് എ സെയിം തിങ്. ദാറ്റ്സ് ദ സെയിം തിങ് വിച്ച് സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ഡൂയിങ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോം വഴി അവരവരെ പ്രോഡക്ട്സിനെ പ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് സം ക്രിയേറ്റേഴ്സ് ഹെൽപ്പ് ദം ഔട്ട് വിത്ത് ദാറ്റ്. ഇറ്റ്സ് ദെയർ. പക്ഷേ എനിക്കത് ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് പറയണമെന്നൊരു സംഭവമാണ്. ഇവിടെ ദുബായിൽ ആ ഒരു പ്രൊമോഷൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദെയർ ഇസ് നോ ക്രിയേറ്റർ. ഐ ആം വെരി സോറി ടു സേ ദിസ്. ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റർ എന്ന് പറയുന്നത്, ബിക്കോസ് എ ക്രിയേറ്റർ ഇസ് സമ്മൺ നമ്മൾ ആ ചെയ്യുന്ന, അതായത് നമുക്കൊരു നീഷ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ടെക് യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ ടെക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വി പ്രൊമോട്ട് സംതിങ്. ഇവിടെ ഭയങ്കര പ്രൊമോട്ടേഴ്സ്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് ദുബായി വന്നപ്പോൾ എനിക്ക് കാണാം. ഇപ്പം ഇവിടെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് ദേ ആർ സീയിങ് അസ് ലൈക്ക് എ ടൂൾ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? ഐ ഡോണ്ട് ലൈക്ക് വെൻ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുക ഇതാണ് സാധനം പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയല്ല. യു സീ മൈ പേജ്. എൻ്റെ പേജ് എന്ന് പറയുന്നത് മോർ ഫോക്കസ്ഡ് ഓൺ ടെക് ഓർ മേ ബി വാച്ചസ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് ചെയ്യാൻ താല്പര്യം. അത് നിന്ന് നിപ്പിൽ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമ്മളെ പരിപാടി ഇതല്ല. ബിക്കോസ് ഇവിടെ ഉള്ളൊരു മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്.